ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമുക്കൊരു സെൻറ്റർ ക്ലിപ്പ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു സെൻറ്റർ ക്ലിപ്പ് ഉണ്ടാക്കുന്നതിനായുള്ള ഒരു ക്ലിപ്പ് കിട്ടും. പ്ലെയിൻ ഇതേപോലൊരു മെറ്റൽ ടൈപ്പിലുള്ള ക്ലിപ്പ് കിട്ടും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ. അതായത് ഫ്ലവർ ടൈപ്പിൽ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസ് കിട്ടും. ഇതുപോലെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ അല്ലാണ്ട് ഈ ഷേപ്പിലല്ലാണ്ട് പല ഷേപ്പിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പല കളറിൽ ഒക്കെ കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. ഇനിയുണ്ട് കേട്ടോ. ഇതൊന്നും അല്ലാതെ പല കളറിലും പല ഷേപ്പിലും ആയിട്ട് ഇതേപോലത്തെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പം ഞാൻ കുറച്ച് ഒരു ഫ്ലവേഴ്സ് കാണിച്ചു തരാം. ഇത് ഒരേ ടൈപ്പ് ഫ്ലവേഴ്സാണ്, പല കളറിലുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവേഴ്സാണിത്. അപ്പം അത് വെച്ചിട്ടും ഉണ്ടാക്കാം, ഇത് വെച്ചിട്ടും ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഫ്ലവറും ഈ ഒരു ക്രിസ്റ്റലും വെച്ചിട്ടുള്ള ക്ലിപ്പാണ്. അപ്പോൾ അതല്ലാതെ ഞാൻ മറ്റേ കളർ, അതായത് സ്കൈ ബ്ലൂ കളറും വൈറ്റ് പേളും വെച്ചിട്ടുള്ളതും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ക്ലിപ്പിൻ്റെ അടിവശത്തുള്ള ഈ ഒരു സംഭവം എടുത്ത് മാറ്റുക കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ 0.3 mm കമ്പി, അതായത് കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ പിരിക്കരുത്, അപ്പോൾ അത് നമുക്ക് ആ കമ്പി പൊട്ടിപ്പോവും. അത്യാവശ്യം ഏകദേശം നമുക്കറിയാലോ ഇങ്ങനെ എത്രമാത്രം പിരിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഈ കമ്പീനെ ഇതുപോലെ ചുറ്റിയിട്ട് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സെക്യൂറാക്കി വെക്കുക. അപ്പോൾ ഇനി അത് നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്താലും അത് അങ്ങനെ അഴിഞ്ഞു വരികയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു 2 പ്രാവശ്യമൊക്കെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് ഇപ്പുറത്തേക്ക് ഞാനൊന്ന് എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മുടെ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഇത് എന്ത് കളർ എന്നാ പറയുക, ഒരു പീച്ച് ഷെയ്ഡ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഫ്ലവറാണ്. അപ്പോൾ ആദ്യം ഇതിനെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഈ ഇതളുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് കാണുമല്ലോ, കണ്ടില്ലേ, 2 ഇതളുകൾക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് കാണാം. ആ ഗ്യാപ്പ് കൂടെ ഈ കമ്പി ഒന്ന് എടുത്തിട്ട് അടിയിലോട്ട് എടുത്തിട്ട് ഇതുപോലെ മുകളിലോട്ട് അവിടെ കാണുന്ന ആ ഭാഗത്ത് കാണുന്ന ആ ഇതളുകളുടെ ഇടയിൽ കൂടെ എടുക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രിസ്റ്റൽ, നമ്മൾ ഏത് ഫ്ലവറാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കളറും എടുക്കാം, അല്ലെങ്കിൽ അതിന് മാച്ചാവുന്ന ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് അതിനെയും ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചുറ്റിയെടുക്കാം, കാണാത്ത രീതിയിൽ എങ്ങനെ ചുറ്റിയെടുത്താലും ഇത് അവിടെ സെക്യൂറായിട്ട് ഇരിക്കും കേട്ടോ. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സെൻറ്റർ ക്ലിപ്പിൻ്റെ പ്രത്യേകത. എത്ര വേണമെങ്കിലും നമ്മളിങ്ങനെ ചുറ്റി കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിൽ വേറെ ഒരു കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും 2 പ്രാവശ്യം ചുറ്റിയെടുത്തു. എന്നിട്ട് ഇതുപോലെ വീണ്ടും അടുത്ത ഒരു ഫ്ലവർ ഒരു ഓർഡറിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളെങ്ങനെയാണ് അത് കാണാൻ ഭംഗി ഉണ്ടാവുക അതിനനുസരിച്ച് ഒന്ന് വെച്ച് കൊടുക്കുക. വീണ്ടും അതിൻ്റെ ഗ്യാപ്പിൽ 2 ഇതളുകൾക്കുള്ള ഗ്യാപ്പിൽ ഒന്ന് ചുറ്റിയെടുത്തിട്ട് അടിയിൽ കൂടെ കൊണ്ടുവരിക. എന്നിട്ട് മുകളിൽ കാണുന്ന ആ കൊണ്ടുവരുന്ന ഭാഗത്ത് ഏതാണോ ഗ്യാപ്പ് ഉള്ളത് ആ ഗ്യാപ്പിൽ കൂടെ ഒന്ന് എടുത്ത് വെക്കുക. അതിനുശേഷം അതിലൂടെ നമുക്ക് ഒരു ക്രിസ്റ്റൽ ഒന്ന് കോർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത ഇതളുകൾക്കിടയിലൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് കൂടിയും ചുറ്റിയെടുക്കുക കേട്ടോ. അതായത് ഇപ്പോൾ അതാണ്ടോ ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ കണ്ടില്ലേ, ഞാൻ അപ്പോൾ ചെയ്യുന്നത് പോലെ 2 പൂകൾക്ക് ഇടയിലൂടെയും ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അവിടെ അതിങ്ങനെ അമർന്നിരിക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഇളകി പോവില്ല. അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഫ്ലവർ ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ
ഇത്രയേ ഉള്ളൂ. നമുക്കിതിൽ പ്രത്യേകിച്ച് കുറേ സമയം ചിലവഴിക്കാനോ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ക്ലിപ്പ് ഉണ്ടാക്കി എടുത്തോടെ. അതേപോലെ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഫ്ലവേഴ്സൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ല ഫ്ലവേഴ്സൊക്കെ തുണി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന പോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടും ചെയ്ത് നോക്കൂ. അതിനുശേഷം ഞാൻ വീണ്ടും അടുത്തത് കൂടി ഞാൻ ഒപ്പം ഈ പറഞ്ഞു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അടുത്ത ഫ്ലവറും വെച്ച് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഓർഡറിൽ വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനുശേഷം വീണ്ടും ഞാൻ കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടെ ഇങ്ങനെ ഞാൻ ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ചുറ്റിയെടുക്കുമ്പോൾ അത്യാവശ്യം ഒരു കമ്പി ആവശ്യമാണ് കേട്ടോ. പിഷ്ക എത്രത്തോളം പിഷ്കാൻ പറ്റും അത്രത്തോളം പിഷ്കൊക്കെ ചെയ്യാം. എങ്കിൽ പോലും അത്യാവശ്യം ലെങ്ത്തിലുള്ള ഒരു കമ്പി തന്നെ നമുക്ക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇനി ബാക്കി കമ്പി ഇതുപോലെ നമുക്ക് വരികയാണ്, അടുത്തതിന് തികയില്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഇതുപോലെ എല്ലാ ഫ്ലവറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് ചുറ്റി അതിനെ അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി അത്യാവശ്യം ഇത്ര മതി എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇതൊക്കെ ഉള്ളതും അത്രത്തോളം നമുക്ക് ഉള്ള എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൂടിയും നല്ലതുപോലെ അടിഭാഗത്ത് കൂടെ ഇങ്ങനെ ചുറ്റി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ അത് കട്ട് ചെയ്ത് കളയണമെന്നില്ല. ഇനിയിപ്പോൾ അഥവാ ഒരു ചെറിയ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ കൂടുതലായിട്ട് കട്ട് ചെയ്ത് കളയുന്നൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് മടക്കി വെക്കുക. കാരണം നമ്മുടെ തലയിലൊക്കെ നമ്മളിത് വെക്കുമ്പോൾ കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലെങ്കിൽ മുടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് തുടങ്ങാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കമ്പി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് 2 പ്രാവശ്യം ചുറ്റിയിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അതിനെയും ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് കഴിയുന്നത് വരെ, ആ എൻഡ് ഭാഗം കഴിയുന്നത് വരെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, അയ്യോ എൻ്റെ കമ്പി തീർന്നു പോയല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ അതിനും കൂടിയുള്ള ഒരു ഇതാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത്. അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി ജോയിൻറ്റ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുത്തു കേട്ടോ. ഞാൻ രണ്ടാമത്തെ ഭാഗവും ചുറ്റിയെടുക്കുകയാണേ. എന്നിട്ട് ഇനി അടുത്ത ഫ്ലവറും ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ഒരു ഗ്യാപ്പ് വരെ, നമുക്കൊരു ഹോള് കാണുന്നുണ്ടല്ലോ നമ്മുടെ ആ ഒരു ക്ലിപ്പിൽ, ആ ക്ലിപ്പിൻ്റെ ഹോള് വരെ നമുക്കിത് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ വെക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇത് ഇങ്ങനെയല്ലാതെ കുറച്ചുകൂടിയും നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തു കൂടിയും ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞ് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എന്താണ് അതിൽ ചെയ്യുന്നതെന്നും. അതേപോലെ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫുള്ളും അതുപോലെ ചെയ്തു കഴിഞ്ഞു. ഇപ്പം തന്നെ ഈ ഒരു ക്ലിപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ, ഒരു സിമ്പിളായിട്ട് ഒരു ക്ലിപ്പ്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതറിയോ, ഇത് കൂടാതെ ഇനി ഈ 2 ഫ്ലവേഴ്സിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൂടി നമ്മുടെ ഈ ക്രിസ്റ്റൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതേപോലെ ക്രിസ്റ്റൽ ഒന്ന് കോർത്ത് കൊടുക്കുക. അയ്യോ വീഡിയോയിൽ അത് വന്നില്ല അല്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ക്രിസ്റ്റൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തെന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ആ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുത്തിട്ട് അടിയിൽ കൂടെ കൊണ്ടുവന്ന് ഒരു 2 പ്രാവശ്യം ചുറ്റിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ആ സൈഡിലും എന്ത് ചെയ്യാം, ആ ഒരു ക്രിസ്റ്റൽ ഒന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചതുപോലെ തന്നെ എന്ത് ചെയ്യുക, അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ ചുറ്റി എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ, എല്ലാതിൻ്റെ അല്ല കേട്ടോ, ആ ഭാഗത്തുള്ള ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചുറ്റിയിട്ട് വെറും നമുക്ക് ഇതിൽ മെയിൻ ചുറ്റുക അത്രയേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ചുറ്റി നമുക്ക് ഇതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അടുപ്പിച്ചും ചെയ്യാം. ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് അങ്ങനെ ഒരു ഗ്യാപ്പുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മറ്റേ വൈറ്റ് പേൾസൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടില്ലേ, ഫസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, ആ പേൾസൊക്കെ വെച്ചിട്ട് ഞാൻ ആ ഒരു ലൈറ്റ് ബ്ലൂ കളറ് ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പറയണം ഏത് ക്ലിപ്പാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളതെന്ന്. അപ്പോൾ അതുപോലെയൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇങ്ങനെ ഇതുപോലെ ആ ഓരോ ഗ്യാപ്പിലും നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതലായിട്ടൊന്നും ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് ഇനി ലാസ്റ്റ് ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്ന്. ലാസ്റ്റ് ഇതിൻ്റെ കമ്പി വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചുറ്റി ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ അടിയിൽ കൂടെ ഫുള്ള് ചുറ്റിയിട്ട് അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മളിതാ നമ്മുടെ ക്ലിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ അടിവശം കണ്ടില്ലേ, അത്രമാത്രം വലിയ ബോറായിട്ടൊന്നും ഇല്ലട്ടേനി. അപ്പോൾ ഇനി നമ്മൾ അതിന്ന് റിമൂവ് ചെയ്ത ആ ഒരു കമ്പി ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വെക്കുമ്പോഴേ ചിലപ്പോൾ നമ്മൾ ചുറ്റിയെടുത്ത കമ്പി ഒന്ന് പൊന്തിയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്കിത് കണ്ടില്ലേ ഇപ്പോൾ വെക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കമ്പീനെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ കറക്റ്റ് ഇരുന്നോളും. നമുക്ക് ഈ കമ്പി വെച്ച് കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിങ്ങനെ പൊന്തി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കമ്പി അവിടെ വെക്കാനായിട്ട് പറ്റാത്തത്. ഇപ്പം കണ്ടില്ലേ, ഇനി നോക്കുന്ന നേരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ആ കമ്പി ഒന്ന് നല്ലതുപോലെ പ്രസ്സാവാഞ്ഞിട്ടാണ് ഇത് വെക്കാനായിട്ട് പറ്റാത്തത്. ഇപ്പോൾ കൊണ്ടു. ഇനി അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ട് ഇടാനായിട്ട് പറ്റും. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലിപ്പ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ ഇതുപോലെ ഞാൻ മറ്റേ പേൾസ് വെച്ചിട്ട് അതായത് വൈറ്റ് പേൾസ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തു. കണ്ടില്ലേ, അത് കുറച്ച് അടുപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾക്ക് ഇതിലേത് ക്ലിപ്പാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്? ഞാൻ സത്യം പേഴ്സണലി ഞാൻ പറയട്ടെ, എനിക്ക് വൈറ്റ് ക്ലിപ്പാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നേരിട്ട് കാണാനായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. എന്താണെന്നറിയില്ല, എനിക്കത് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. അതേപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഒരു ലൈക്കല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ കണ്ടില്ലേ, ഞാനിവിടെ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.